ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ നിലം അത് നികത്തി മണ്ണിട്ട് ഉയർത്തിയാണ് ആ റോഡ് അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സർവീസ് റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ ദൃശ്യങ്ങളിൽ ആ പ്രധാന പാതയുടെ അവിടേക്കുള്ള കൽക്കെട്ട് കൂടി അതിൻ്റെ ഭാഗമായി ഇടിയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ അധികൃതർ എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടോ? ഈ നിർമ്മാണത്തിലെ അപാകതയാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ കാരണം? സമീർ, ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഇവിടെ വലിയ ഉയരത്തിൽ ഈ മണ്ണിട്ട് ഉയർത്തി അതിന് മുകളിലാണ് പ്രധാന റോഡ് കടന്നു പോകുന്നത്. അതിന് ഏതാണ്ട് വലിയ താഴ്ചയുടെ ഭാഗത്തുമാണ് ഈ സർവീസ് റോഡും കടന്നു പോകുന്നത്. അങ്ങനെ ഈ ഉയരത്തിലുള്ള പ്രധാന റോഡ് ഏതാണ്ട് മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയി അങ്ങനെ ബാക്കിയുള്ള ഭാഗത്തെ ഈ കട്ടയും മണ്ണും കല്ലുമെല്ലാം തന്നെ സർവീസ് റോഡിലേക്ക് കൂടി ഇടിയുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സർവീസ് റോഡ് മറ്റു ഭാഗത്തേക്ക് നിലവിൽ നീങ്ങുകയോ അല്ലെങ്കിൽ തകരുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അവിടെ തന്നെ താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഊർന്നിറങ്ങിയ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് റോഡ് വീഴുകയും അതോടൊപ്പം തന്നെ ഈ താഴ്ന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെ മാത്രമാണ് ഈ ഇരു റൂട്ടുകളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സംഭവ സ്ഥലത്ത് എത്തി പരിശോധന ഇപ്പോൾ നടത്തുകയാണ്. ഏതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നിർമ്മാണത്തിലെ ചില അപാകതകളാണെന്ന് ഒരുപക്ഷെ നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയുമെങ്കിലും വിദഗ്ധരുടെ അഭിപ്രായം ഇത് വിഷയത്തിൽ വേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇനി റോഡ് ഏത് തരത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയണം. കാരണം ഈ ഇവിടെയൊക്കെ തന്നെ ഈ പൂർണ്ണമായും പൊളിച്ചൊരു പക്ഷേ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റേണ്ടി വരും. ഏതായാലും ഗതാഗതം ഈ ഭാഗത്തിലൂടെ പൂർണ്ണമായും ഒരു തരത്തിലും കടത്തിവിടാൻ കഴിയില്ല. കാരണം അത്രത്തോളം വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആളപായമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. സമീർ, ഇപ്പോൾ ഇത് ഈ റീച്ചിൽ മുഴുവനായി തന്നെ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരുന്ന ഭാഗമാണോ ഇത്? അങ്ങനെയെങ്കിൽ വലിയ ഗതാഗത തടസ്സമായിരിക്കുമല്ലോ സമീർ. ഉന്മേഷ്, തീർച്ചയായും ഈ പ്രധാന റോഡും സർവീസ് റോഡും എല്ലാം തന്നെ ഈ ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നു കൊടുത്തതായിരുന്നു. അങ്ങനെ പ്രധാന റോഡിലൂടെയും അതോടൊപ്പം തന്നെ സർവീസ് റോഡിലുമൊക്കെ തന്നെ ഗതാഗതം നേരത്തെ തന്നെ പൂർണ്ണമായും നടക്കുന്നുണ്ടായിരുന്നു. സുഗമമായ യാത്രയും ഇവിടെ ലഭ്യമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായാണ് ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രധാന റോഡിലൂടെയും ഈ സർവീസ് റോഡിലൂടെയും ഒക്കെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വാഹനങ്ങൾ ഈ വലിയ രീതിയിൽ ഇതിനകപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 കാറുകളായിരുന്നു പ്രധാനമായും ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ 3ഓളം വരുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് ഈ കല്ലും മണ്ണും എല്ലാം തന്നെ വീഴുകയായിരുന്നു. പക്ഷേ ഈ വാഹനം തകരുന്ന തരത്തിലേക്കൊന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതാണ് വളരെ ആശ്വാസമായത്. പിന്നീട് നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടി ഈ 2 വാഹനങ്ങൾ ഇവിടെ നിന്നും മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു വാഹനം ഇപ്പോഴും പൂർണ്ണമായും ഇവിടെ തന്നെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ കമ്പനി ഈ KNRCയുടെ ഈ JCBയും ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. ആ JCB ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സർവീസ് റോഡിൻ്റെ അതോടൊപ്പം തന്നെ പ്രധാന റോഡിലൂടെയും ഒക്കെ തന്നെ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരുപക്ഷെ ഈ അപകടം സംഭവിക്കാമെന്നുള്ളതാണ് ഈ ആളുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, സമീർ, ഇപ്പോൾ ആ കാർ താഴെ നിർത്തിയിട്ടിരുന്ന വാഹനമാണോ അതോ അതിലൂടെ കടന്നു വന്നതാണോ സമീർ? ഉന്മേഷ്, ആ ദൃശ്യങ്ങളിൽ കാണുന്ന കാറ് ഇവിടെ നിർത്തിയിട്ടിരുന്ന വാഹനമല്ല, മറിച്ച് അത് ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനമായിരുന്നു. ആ വാഹനം അവിടെ എത്തുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അങ്ങനെ ആ വാഹനം അവിടെ നിർത്തി ആ വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റു 2 വാഹനങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളൊക്കെ തന്നെ
നേരത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ എടുത്തു മാറ്റി. ഇപ്പോൾ ആ ഒരു വാഹനം മാത്രം മുൻപിൽ കല്ലും ഈ കട്ടകളും എല്ലാം തന്നെ കിടക്കുന്നതിനാൽ ആ വാഹനം എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. എങ്കിലും ആളപായമില്ല, വാഹനത്തിന് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായി പറയാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഇവിടെ ഈ സർവീസ് റോഡിലൊക്കെ വലിയ രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രധാന റോഡിലും സമാന അവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും അത് ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ്. മലപ്പുറം കൂരിയാടാണ് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞത്. ഇപ്പോൾ പ്രധാന പാതയിലൂടെയുള്ള ഗതാഗതം അവിടെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു.